ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഗോതമ്പ് നുറുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ല പഴുത്തിരിക്കുന്ന പഴം ഉപയോഗിച്ചിട്ട് വേറെ കുറച്ച് ചേരുവകൾ കൂടി ചേർത്തിട്ട് പുറമേ നന്നായി മൊരിഞ്ഞും അതേസമയം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും തന്നെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വരും, നമുക്ക് വേഗം എങ്ങനെയാണ് റെസിപ്പി ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് ചേരും. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് ഗോതമ്പ് നുറുക്ക് മാത്രം മതിയാവും. ഞാനിവിടെ എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ ഏത് പഴം എടുത്താലും അത് നന്നായിട്ട് തന്നെ പഴുത്തിരിക്കണം. ഇനി നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് സാധാരണ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിൽ അളന്ന് നോക്കുമ്പോഴും 1/4 ഭാഗം ഉണ്ടാവും. ഇനി നമ്മൾ ഈ അളന്ന് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. അതേസമയം ഇതിലുള്ള അഴുക്കിന്റെ അംശം മാറി കിട്ടുകയും വേണം. അപ്പോൾ ആ രീതിക്ക് കഴുകിയെടുത്തിരിക്കുന്ന ഗോതമ്പ് നുറുക്കാണിത്. ഇത് നമുക്കൊരു പാനിലിട്ടതിന് ശേഷം വെറുതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഈർപ്പത്തിൻ്റെ അംശം അഥവാ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നവരെ നമുക്ക് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമായാലും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് പാകത്തിന് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പാകം എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇത് പാനിൽ വിട്ട് വരും. അതേസമയം നമ്മൾ ഇങ്ങനെ തവി കൊണ്ട് എടുക്കുമ്പോഴേക്കും ഇതൊന്നും മേലൊന്ന് ഒട്ടാതെയും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തൽക്കാലം ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ അതേ ഒരു പാനിൽ തന്നെ കിടന്നിട്ട് ഇത് കുറച്ചും കൂടി മൂപ്പ് കൂടിപ്പോവും. അതേസമയം ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ഇനി ഇതൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 300 മുതൽ 350 ഗ്രാം വരെയുള്ള ശർക്കര ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. ഇതിന്റെ പാവൊന്നും കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഈ ശർക്കരയിലുള്ള അഴുക്കിന്റെ അംശം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കരിപ്പട്ടി യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ശർക്കര പാകത്തിന് ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗോതമ്പ് നുറുക്ക് നന്നായിട്ടൊന്ന് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു മിക്സി ജാറിൽ ഇട്ടതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തായിട്ട് ഒരു ബൗളിലേക്ക് നന്നായി പഴുത്തിരിക്കുന്ന നേന്ത്രപ്പഴം നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നേന്ത്രപ്പഴം തന്നെ ഉപയോഗിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള നന്നായി പഴുത്ത് ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല. റോബസ്റ്റയോ ചെറുപഴമോ അല്ലെങ്കിൽ ഞാലിപ്പൂവനായാലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ പഴമൊക്കെ നമ്മൾ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ പുറം ഭാഗം എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് ഉടച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മിക്സി ഉപയോഗിക്കുന്നവരാണെങ്കിൽ മിക്സീൻ്റെ പൾസ് ബട്ടൺ മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരു 1-2 പ്രാവശ്യം ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ സാരമില്ല. പക്ഷെ നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുമ്പോഴാണ് ഇതിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചി തന്നെയായിരിക്കും. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു 1/4 ടീസ്പൂൺ അളവിന് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്ക പഞ്ചസാരയും കൂടി ഞാൻ ഒന്നിച്ച് മിക്സിയിലിട്ട് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് 2 നുള്ള് സോഡാപ്പൊടിയും കൂടി ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബാറ്ററിൻ്റെ പാകം കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതായത് ഇതൊരു സെമി തിക്ക് ബാറ്ററാണ്. അധികം അങ്ങോട്ട് ലൂസ് ആവാൻ പാടില്ല, അധികം തിക്കും ആവാൻ പാടില്ല. ഇനി ഇത് ഞാൻ ഒന്ന് ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടാവുമല്ലോ, അതിൽ ലേശം എണ്ണ ഒഴിച്ചതിന് ശേഷം തിരിച്ചു മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് മൊരിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊരിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഈ സമയത്ത് എന്തായാലും ഗോതമ്പ് നുറുക്ക് ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ റേഷനിൽ നിന്നൊക്കെ കിട്ടിയ ഗോതമ്പ് നുറുക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായി പഴുത്തിരിക്കുന്ന പഴം ഇതുപോലെ നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹെൽത്തിയാണ്, സാധനങ്ങളൊട്ടും വേസ്റ്റ് ആവത്തുമില്ല. അപ്പോൾ എന്തായാലും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്.
ഇനി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ വീട്ടിലുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നാൽ പുറമേ നല്ല മൊരിഞ്ഞിട്ടായിരിക്കും, അകം നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണം. അതുമാത്രമല്ല, എൻ്റെ ഈ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് കഴിഞ്ഞാൽ ഞാനിടുന്ന ഒരു വീഡിയോ നിങ്ങൾക്കൊന്ന് ചേരും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നത്. സൈൻ ഓഫ് ഫ്രം സ്വപ്ന.